ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ആറാമത്തെ പാഠത്തിൻ്റെ പേരാണ് കാട്ടിലെ ഉത്സവം. പ്രിയരെ, സർക്കസ്, മരണക്കിണർ, അഭ്യാസ പ്രകടനങ്ങൾ, കച്ചവട ചന്തകൾ, കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ, വരുവിൻ, കാണുവിൻ, ആസ്വദിക്കുവിൻ. അപ്പോൾ കാട്ടിലെ ഉത്സവത്തിനായിട്ടുള്ള നോട്ടീസ് വിതരണം ചെയ്യുകയാണ് എല്ലാവരോടും ചെല്ലാനായി പറഞ്ഞിട്ട്. എന്തൊക്കെയാണുള്ളത്? സർക്കസ് ഉണ്ട്, മരണക്കിണർ, അഭ്യാസ പ്രകടനങ്ങൾ, കച്ചവട ചന്തകൾ, അതുപോലെ തന്നെ കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ, ഇതൊക്കെയുണ്ട്. കണ്ടില്ലേ? കാട്ടിലുള്ള മറ്റ് മൃഗങ്ങളെ അതെല്ലാം അറിയിക്കുകയാണ് ഒരു വണ്ടിയിൽ വിളിച്ച് പറഞ്ഞിട്ട്. മയിലാശാൻ്റെ നൃത്തം. ഇന്ന് മയിലാശാൻ്റെ നൃത്തമുണ്ട്. മയിലാശാൻ്റെ ചിത്രം നോക്കൂ. നിറം കൊടുത്ത് ഭംഗിയാക്കിയാലോ? താഴെ കൊടുത്തവയുടെ ഉത്തരം വരുന്ന കളങ്ങളിൽ മാത്രം നിറം കൊടുക്കൂ. കളങ്ങളിലെ നിറം തന്നെ ഉത്തരത്തിനും കൊടുക്കണം. വെള്ള നിറത്തിലുള്ളവയുടെ ഉത്തരങ്ങൾക്ക് നിറം കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇന്ന് മയിലാശാൻ്റെ നൃത്തമുണ്ട്. മയിലാശാൻ്റെ ചിത്രം ഒന്ന് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച് ആ ചോദ്യത്തിൻ്റെ അതേ കളർ വേണം ഉത്തരത്തിനും കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തേത് നോക്കൂ. നീലയാണ് അല്ലേ? 15 കുറയ്ക്കണം 12. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 3 അല്ലേ? എങ്ങനെയാണ് കിട്ടിയത്? 15 കുറയ്ക്കണം 12. 5-ൽ നിന്നും 2 കുറച്ചാൽ ബാക്കി വരുന്നത് 3. 1-ൽ നിന്നും 1 പോയാൽ ബാക്കി 0 അല്ലേ? അപ്പോൾ ഉത്തരം 3 ആണ്. 3-ന് നീല നിറം കൊടുക്കണം. ഇനി അടുത്തത് നോക്കൂ. 12 കുറയ്ക്കണം 10. ഉത്തരം വരുന്നത് 2 ആണ് അല്ലേ? അപ്പോൾ ഓറഞ്ച് കളറാണ് 2 എന്ന ഉത്തരത്തിന് കൊടുക്കേണ്ടത്. അടുത്തത് 19 കുറയ്ക്കണം 10. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 9. പക്ഷേ അത് വെള്ളയായതുകൊണ്ട് നിറം കൊടുക്കേണ്ടതില്ല. ഇനി 10 കുറയ്ക്കണം 5. 10-ൽ നിന്ന് 5 കുറഞ്ഞാൽ ബാക്കി 5 ആണ്. അപ്പോൾ 5-ന് പച്ച കളറാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 20 കുറയ്ക്കണം 10. 20-ൽ നിന്ന് 10 പോയാൽ ബാക്കി 10. വെള്ളയായതുകൊണ്ട് ഉത്തരത്തിന് കളർ കൊടുക്കേണ്ട. അടുത്തത് 3 കുറയ്ക്കണം 2. ഉത്തരം വരുന്നത് 1 ആണ്. അപ്പോൾ 1-ന് മഞ്ഞ കൊടുക്കണം. അതുപോലെ തന്നെ 19 കുറയ്ക്കണം 11. ഉത്തരം വരുന്നത് എത്രയാണ്? 8 അല്ലേ? 19-ൽ നിന്നും 11 കുറച്ചാൽ 9-ൽ നിന്ന് 1 പോയാൽ 8. 1-ൽ നിന്നും 1 പോയാൽ 0. അപ്പോൾ അതിന് വെള്ളയാണ്. അപ്പോൾ കളറ് കൊടുക്കേണ്ട. അടുത്തത് 19 കുറയ്ക്കണം 12. ഉത്തരം വരുന്നത് 7. ഇനി 12 കുറയ്ക്കണം 1. ഉത്തരം വരുന്നത് 11 ആണ്. അതിന് കൊടുക്കേണ്ടത് ഇളം നീലയാണ്. അതുപോലെ തന്നെ 8 കുറയ്ക്കണം 2. ഉത്തരം വരുന്നത് 6 ആണ്. കടും പച്ചയാണ് കൊടുക്കേണ്ടത്. അടുത്തത് 8 കുറയ്ക്കണം 4. ഉത്തരം വരുന്നത് 4 ആണ് അല്ലേ? അപ്പോൾ 4-ന് കറുപ്പ് കളറാണ് കൊടുക്കേണ്ടത്. അടുത്തത് 15 കുറയ്ക്കണം 3. ഉത്തരം വരുന്നത് എത്രയാണ്? 12. അതിന് വെള്ളയായതുകൊണ്ട് കളറ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഈ കണ്ടുപിടിച്ച ഉത്തരങ്ങൾക്കെല്ലാം ആ കോളത്തിൻ്റെ കളറാണ് നമ്മൾ കൊടുത്ത് മയിലിൻ്റെ ചിത്രം ഭംഗിയാക്കേണ്ടത്. സ്റ്റേജ് ഷോ. നൃത്ത പരിപാടി കാണാൻ എല്ലാവരും എത്തി. ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റുണ്ട്. മുതിർന്നവർ 8 രൂപ, കുട്ടികൾ 6 രൂപ. അപ്പോൾ നൃത്ത പരിപാടി കാണാനായിട്ട് എല്ലാവരും വന്ന് ടിക്കറ്റിന് മുതിർന്നവർക്ക് 8 രൂപയും കുട്ടികൾക്ക് 6 രൂപയുമാണ്. കുരങ്ങച്ചനും കുട്ടിക്കുരങ്ങനും കൂടിയാണ് വന്നത്. 2 പേർക്കും ടിക്കറ്റ് എടുത്തു. ഒരു 20 രൂപ നോട്ട് കൊടുത്താൽ ബാക്കി എത്ര രൂപ കിട്ടും? 20 രൂപയാണ് കൊടുത്തത്. ബാക്കി എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുരങ്ങച്ചൻ വലിയതായതുകൊണ്ട് 8 രൂപയും അതുപോലെ തന്നെ കുട്ടിക്കുരങ്ങൻ കുട്ടിയാണ് അല്ലേ? അപ്പോൾ 6 രൂപയുമാണ് ഉള്ളത്. അപ്പോൾ 2 പേർക്കും കൂടി 8 കൂട്ടണം 6 എത്ര വരും? 14 രൂപയാണ് ആകെ വരുന്നത് 2 പേർക്കും. ബാക്കി കണക്കാക്കാൻ 20-ൽ നിന്ന് 14 കുറയ്ക്കണം. 20 കുറയ്ക്കണം 14. എന്താണ് 14 കുറയ്ക്കാൻ കാരണം? 2 പേർക്കും കൂടി 14 രൂപയെ ടിക്കറ്റിന് വരുന്നുള്ളൂ. പക്ഷേ അവർ 20 രൂപയാണ് കൊടുത്തത്. അപ്പോൾ ബാക്കി കിട്ടണം അല്ലേ? 20-ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാണ്? 10 ആണ് അല്ലേ? 14 കുറയ്ക്കാനുള്ള വഴികളാണ്.
അപ്പോൾ 14 എന്നതിലെ 10 നമ്മൾ എടുത്തു, എന്നിട്ട് 20-ൽ നിന്ന് കുറച്ചു. അപ്പോൾ 20-ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 10 എന്ന് ഉത്തരം കിട്ടും ഇല്ലേ? ഇനി ബാക്കി വരുന്ന 10-ൽ നിന്ന് ആ 4 കൂടി കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം 6 എന്ന് കിട്ടും. പല വിധത്തിൽ കുറയ്ക്കാം, കണ്ടില്ലേ? ഇങ്ങനെയും കുറയ്ക്കാം. എങ്ങനെയാണ്? 10ഉം 10ഉം 20 അല്ലേ? 20-നെ 2 ഭാഗങ്ങളാക്കി 10ഉം 10ഉം ആക്കി. അതുപോലെ തന്നെ 14-നെ 10 കൂട്ടണം 4 എന്നാക്കി. എന്നിട്ട് 20-ലെ ഒരു 10 എടുത്ത് 14-ലെ 10-ൽ നിന്ന് കുറച്ചു. അപ്പോൾ 10 കുറയ്ക്കണം 10 0. ഇനി അടുത്തത് നോക്കൂ. 20-ൽ വേറൊരു 10 കൂടിയുണ്ട്. അതിൽ നിന്ന് 14-ലെ 4 കുറച്ചു. അപ്പോൾ 10 കുറയ്ക്കണം 4 6 എന്ന് ഉത്തരം കിട്ടി. ഇനി സീബ്ര പറയുന്നത് മറ്റൊരു വഴിയാണ്. 20 എന്ന് പറയുന്നത് 2 10കൾ ചേർന്നതാണ് അല്ലേ? 14 എന്ന് പറയുന്നതോ 7 കൂട്ടണം 7 ആണ്. അപ്പോൾ 10-ൽ നിന്ന് 7 കുറച്ചാൽ 3-ഉം അതുപോലെ തന്നെ അടുത്ത 10-ൽ നിന്ന് 7 കുറച്ചാൽ 3-ഉമാണ് കിട്ടുന്നത്. ഇനി ആ ഉത്തരമായി കിട്ടിയ 2 3ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 6 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ പല രീതിയിലൂടെ നമുക്ക് 20-ൽ നിന്ന് 14 കുറയ്ക്കാം. പറക്കൽ മത്സരം. മേഘമലയിൽ പറക്കൽ മത്സരം. മത്സരത്തിന് 20 പരുന്തുകൾ ഉണ്ട്. മേഘമലയിൽ ഒരു പറക്കൽ മത്സരം നടക്കുകയാണ്. 20 പരുന്തുകൾ മത്സരത്തിനുണ്ട്. ചക്കിപ്പരുന്തിൻ്റെ ചിറകുടിഞ്ഞു, മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. സീബ്ര പറയാണ്, ഇത്തവണ സമ്മാനം നേടണമെന്നാണ് തത്തമ്മ പറയുന്നത്. അപ്പോൾ മാൻ പറയാണ്, അപ്പോൾ ബാക്കി 19 പരുന്തുകൾ പങ്കെടുക്കും. ചക്കിപ്പരുന്തിൻ്റെ ചിറകുടിഞ്ഞു അല്ലേ? അപ്പോൾ 20-ൽ നിന്ന് 1 പോയാൽ 19 പരുന്തുകളാണ് പങ്കെടുക്കുന്നത്. പറക്കൽ മത്സരം ഇന്നാണ്. കാക്കകൾ കുടുംബസമേതം വന്നു. 29 പേരുണ്ട്. അപ്പോൾ പറക്കൽ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് 29 കാക്കകളാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ ഇരിക്കുന്നത്? കാക്കകളാണോ പരുന്തുകളാണോ കൂടുതൽ? കാക്കകളാണ് അല്ലേ? പരുന്തുകൾ 19 എണ്ണമേ ഉള്ളൂ. കാക്കകൾ 29 ആണ് ഉള്ളത്. എത്രയാണ് കൂടുതലുള്ളത്? 29 കുറയ്ക്കണം 19. എങ്ങനെ കുറയ്ക്കും? 29-ൽ നിന്ന് 9 കുറച്ചാൽ 20 കിട്ടും അല്ലേ? അതുപോലെ തന്നെ 20-ൽ നിന്ന് 10 കുറച്ചാൽ 10ഉം കിട്ടും. കുരങ്ങൻ ചെയ്യുന്നത് നോക്കൂ. എങ്ങനെയാണ്? ഇങ്ങനെയും എഴുതാം. 29-നെ 2 ഭാഗങ്ങളാക്കി 20 കൂട്ടണം 9. അതുപോലെ തന്നെ 19-നെയും 2 ഭാഗങ്ങളാക്കി 10 കൂട്ടണം 9. എന്നിട്ട് 20-ൽ നിന്ന് 10 കുറച്ചു. അപ്പോൾ 10 എന്ന് ഉത്തരം കിട്ടി. അതുപോലെ തന്നെ 9-ൽ നിന്ന് 9 കുറച്ച് നോക്കി. അപ്പോഴെത്രയാണ്? 0 ഉത്തരം കിട്ടിയത്. ഇനി ആ 10 കൂട്ടണം 0 കിട്ടിയ 2 ഉത്തരങ്ങളും കൂട്ടിയാൽ നമുക്ക് 10 എന്നാണ് ഉത്തരം കിട്ടുന്നത്. കാക്കകൾ 2 മരക്കൊമ്പിലായി ഇരിക്കുകയാണ്. കുരങ്ങൻ എണ്ണി നോക്കി. ഒരു കൊമ്പിൽ 18 പേരുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കൊമ്പിൽ എത്ര പേരുണ്ട്? മൊത്തം കാക്കകൾ എത്രയാണ്? 29 ആണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു കൊമ്പിൽ 18 ആണ്. ബാക്കി എത്ര കാക്കകളുണ്ട്? അതെങ്ങനെ കണ്ടുപിടിക്കും? 29 കുറയ്ക്കണം 18. 29-ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് 19 എന്ന് ഉത്തരം കിട്ടും. ഇനി 19-ൽ നിന്ന് 8 കുറച്ചാൽ 11 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 11 കാക്കകളാണ് താഴെയുള്ള കൊമ്പിൽ ഇരിക്കുന്നത്. 29 കുറയ്ക്കണം 10 19. 19 കുറയ്ക്കണം 8 11. 29-ൽ നിന്ന് കുറയ്ക്കുന്ന 10 എന്ന് പറയുന്നത് 18-ലെ 10 ആണ്. 10 കൂട്ടണം 8 ആണ് 18 അല്ലേ? അപ്പോഴാണ് 19 കിട്ടിയത്. ഇനി ആ 19-ൽ നിന്ന് നമ്മൾ നേരത്തെ മാറ്റിവെച്ച 8 കൂടിയാണ് കുറയ്ക്കുന്നത്. അപ്പോഴാണ് 11 ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഒരു വലിയ സംഖ്യയാണെങ്കിൽ അതിനെ 10കളായും അതുപോലെ തന്നെ 1കളായും മാറ്റിയാണ് നമ്മളിവിടെ കുറയ്ക്കുന്നത്. ഇങ്ങനെയും എഴുതാം. 29-നെ 2 ഭാഗിച്ചു. 20 കൂട്ടണം 9. അതുപോലെ തന്നെ 18-നെ 2 10 കൂട്ടണം 8 എന്നെഴുതി. ഇനി 20-ൽ നിന്ന് 10 കുറച്ചപ്പോൾ 10 എന്ന് ഉത്തരം കിട്ടി. 9-ൽ നിന്ന് 8 കുറച്ചപ്പോൾ 1 എന്ന് ഉത്തരം കിട്ടി. ഇനി ആ കിട്ടിയ 2 ഉത്തരങ്ങളും കൂട്ടണം. 10 കൂട്ടണം 1 11.
രണ്ടാമത്തെ കൊമ്പിലുള്ളതിനേക്കാൾ എത്ര കാക്കകളാണ് ഒന്നാമത്തെ കൊമ്പിൽ കൂടുതലായി ഉള്ളത്? കൂടുതൽ എത്രയെന്ന് കണക്കാക്കാൻ 18-ൽ നിന്ന് 11 കുറയ്ക്കണം. അപ്പോൾ ആദ്യത്തെ കൊമ്പിൽ 18ഉം രണ്ടാമത്തെ കൊമ്പിൽ 11ഉമാണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലേ? ഇനി ഒന്നാമത്തെ കൊമ്പിൽ എത്രയാണ് കൂടുതലുള്ളത്? അതറിയാൻ എന്ത് ചെയ്യണം? 18 കുറയ്ക്കണം 11. ഞാൻ കണക്കാക്കിയത് 18-ൽ നിന്ന് 10 കുറച്ചാൽ 8. 18-ൽ നിന്ന് കുറച്ച 10 ഏതാണ്? 11-ലെ 10 അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം 8 കിട്ടി. ഇനി ആ 8-ൽ നിന്ന് 1 കുറയ്ക്കണം. 11-ലെ 10 നമ്മൾ എടുത്തു, ബാക്കി വരുന്ന 1 കുറച്ചാൽ ഉത്തരം 7 കിട്ടും. കൂട്ടുകാരി ചെയ്തത് എങ്ങനെയാണ്? 18-ൽ നിന്ന് 8 കുറച്ചാൽ 10, 10-ൽ നിന്ന് 3 കുറച്ചാൽ 7. മറ്റൊരു രീതി നോക്കൂ. 18-നെ 2ആയി ഭാഗിച്ചു, 10 കൂട്ടണം 8. അതുപോലെ തന്നെ 11-നെയും 2ആക്കി ഭാഗിച്ചു, 10 കൂട്ടണം 1. ഇനി 10-ൽ നിന്ന് 10 കുറച്ചാൽ 0 കിട്ടും. 8-ൽ നിന്ന് 1 കുറച്ചാൽ ഉത്തരം 7 എന്ന് കിട്ടും. ഇനി ഈ 2 ഉത്തരങ്ങളും കൂട്ടിയാൽ നമുക്ക് ശരിയായ ഉത്തരം കിട്ടും. പക്ഷേ ഒരു ഉത്തരം 0ആണ്. 0-ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലും ആ സംഖ്യ തന്നെയാണ് ഉത്തരം. അപ്പോൾ നമുക്ക് 7 എന്നാണ് ഉത്തരം ലഭിച്ചിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ തത്തകളും എത്തി. താഴെ കൊമ്പിൽ 7 പേർ ഇരുന്നു, ബാക്കിയുള്ളവർ മുകളിലെ കൊമ്പിലും. അപ്പോൾ പരുന്തും അതുപോലെ തന്നെ കാക്കയും മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തി. പിന്നെ വന്നത് തത്തകളാണ്. എത്ര തത്തകളാണ് വന്നത് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ താഴെയുള്ള കൊമ്പിൽ 7 തത്തകൾ വന്നിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വന്നാൽ 2 കൊമ്പിലും ഒരേ എണ്ണമാകും എന്നാണ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. ഇപ്പോൾ താഴെയുള്ള കൊമ്പിൽ എത്ര തത്തകളാണുള്ളത്? 7 തത്തകളാണ് ഉള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വന്നാൽ മുകളിലും താഴെയും ഒരേ എണ്ണമാകും എന്നാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വന്നാൽ ഈ കൊമ്പിൽ ഇപ്പോൾ എത്ര തത്തകളാകും? 7-ൻ്റെ കൂടെ 1 കൂടി കൂട്ടിയാൽ നമുക്ക് 8 1 ഉത്തരം കിട്ടും. അപ്പോൾ മുകളിലും എത്ര തത്തകളായിരിക്കും? 8 തത്തകൾ ആയിരിക്കും. 9 തത്തകളാകും ആകെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ 8ആയി, മുകളിലും 8ആയി. അപ്പോൾ മുകളിലെ കൊമ്പിൽ എത്ര തത്തകളുണ്ട്? 8 തത്തകൾ. 9 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരെണ്ണം താഴേക്ക് വന്നു. ഇപ്പോൾ മുകളിൽ 8 എണ്ണം. ആകെ എത്ര തത്തകളുണ്ട്? 8 കൂട്ടണം 8 16. തത്തകളേക്കാൾ എത്ര കാക്കകൾ കൂടുതലുണ്ട്? എത്ര കാക്കകളാണുള്ളത്? 29 കാക്കകളാണുള്ളത്. തത്തകൾ എത്രയാണ്? 8 എണ്ണം ഒരു കൊമ്പിലും 8 എണ്ണം ഒരു കൊമ്പിലും. അപ്പോൾ 8 കൂട്ടണം 8 16. കാക്കകൾ എത്ര കൂടുതലുണ്ട് എന്നറിയാൻ എന്ത് ചെയ്യണം? 29 കുറയ്ക്കണം 16. എങ്ങനെ കണക്കാക്കാം? നമുക്ക് ആദ്യം 29-നെ 2 ഭാഗങ്ങളാക്കാം. 20 കൂട്ടണം 9. അതുപോലെ തന്നെ 16-നെയും അതുപോലെ ചെയ്യാം. 10 കൂട്ടണം 6. ഇനി ഒന്ന് കുറച്ച് നോക്കാം. 20 കുറയ്ക്കണം 10 10. 9 കുറയ്ക്കണം 6 3. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 10 കൂട്ടണം 3 13 കാക്കകളാണ് കൂടുതൽ ഉള്ളത്. കുരുവികൾ. മത്സരത്തിൽ പങ്കെടുക്കാൻ കുരുവികളും എത്തി. ആകെ 35 കുരുവികൾ. അവർ 3 കൊമ്പുകളിലായി ഇരുന്നു. ഒന്നാമത്തെ കൊമ്പിൽ 15 കുരുവികൾ, രണ്ടാം കൊമ്പിൽ ഒന്നാം കൊമ്പിനേക്കാൾ 6 കുരുവികൾ കുറവ്. മൂന്നാം കൊമ്പിൽ എത്ര കുരുവികൾ? അപ്പോൾ ഒന്നാമത്തെ കൊമ്പിൽ എത്രയാണുള്ളത്? 15 കുരുവികളാണ് എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കൊമ്പിലോ? ഒന്നാമത്തെ കൊമ്പിനേക്കാൾ 6 കുരുവികൾ കുറവ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. 6 കുരുവികൾ കുറവ് എന്ന് പറയുമ്പോൾ 15 കുറയ്ക്കണം 6. എത്രയാണ് കിട്ടുന്നത്? 9 ഉത്തരമായി കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ കൊമ്പിലുള്ളത് 9 കുരുവികളാണ്. ഇനി മൂന്നാമത്തെ കൊമ്പിലുള്ളത് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഒന്നാമത്തെ കൊമ്പിലുള്ള കുരുവികളും രണ്ടാമത്തെ കൊമ്പിലുള്ള കുരുവികളും എത്രയാണെന്ന് കൂട്ടി നോക്കണം. എന്നിട്ട് മൊത്തം കുരുവികളുടെ എണ്ണമായ 35-ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ബാക്കി വരുന്നതാണ് മൂന്നാമത്തെ കൊമ്പിലുള്ള കുരുവികൾ.
അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. 15 കൂട്ടണം 9 എത്രയാണ് വരുന്നത്? 24. 3 കൊമ്പിലും കൂടി ആകെ എത്രയാണ്? 35 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മൂന്നാമത്തെ കൊമ്പിലുള്ളവർ 35 കുറയ്ക്കണം 24. ഒന്നാമത്തെയും രണ്ടാമത്തെയും കൊമ്പിലുള്ള കുരുവികളുടെ എണ്ണം. 35 നിന്ന് 24 കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 30 കൂട്ടണം 5 20 കൂട്ടണം 4 ഇങ്ങനെ കുറച്ച് നോക്കാം. 30 കുറയ്ക്കണം 20 ഉത്തരം 10 കിട്ടി. 5 കുറയ്ക്കണം 4 ഉത്തരം 1 കിട്ടി. അപ്പോൾ നമുക്ക് ആ ഉത്തരങ്ങളൊന്ന് കൂട്ടി നോക്കാം. 10 കൂട്ടണം 1 11 കുരുവികളാണ് മൂന്നാമത്തെ കൊമ്പിലുള്ളത്. ഇനി നിങ്ങൾ കണ്ടുപിടിച്ചത് ശരിയാണോ എന്ന് എങ്ങനെ പരിശോധിക്കും? 3 കൊമ്പിലെയും കുരുവികളുടെ എണ്ണം കൂട്ടി നോക്കിയാൽ നമുക്ക് 35 കിട്ടണം. അപ്പോൾ കൂട്ടി നോക്കിയാലോ. ആദ്യത്തേത് 15. 15 കൂട്ടണം 9 24. 24 കൂട്ടണം 11 എത്രയാണ്? 24 കൂട്ടണം 11 35. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഉത്തരം ശരിയാണ്. കുരുവി പറയാണ് ഞങ്ങളുടെ എണ്ണം 35. കാക്ക പറയാണ് 29 പേർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കുരുവി കാക്കകളേക്കാൾ എത്ര കൂടുതലാണ് കുരുവികൾ? എത്ര കൂടുതലാണ് കുരുവികളുള്ളത്? അതറിയാൻ 35 കുറയ്ക്കണം 29 ചെയ്ത് നോക്കിയാലോ. ആദ്യത്തേതിൽ ചെയ്തിരിക്കുന്നത് 29നെ 2ആയി ഭാഗിച്ചു. എങ്ങനെയാണ് ഭാഗിച്ചിരിക്കുന്നത്? 25 കൂട്ടണം 4 29 അങ്ങനെയാണ് ഭാഗിച്ചിരിക്കുന്നത്. അപ്പോൾ 35 നിന്ന് 25 കുറച്ചാൽ നമുക്ക് 10 എന്ന് ഉത്തരം കിട്ടും. ഇനി ആ കിട്ടിയ 10ൽ നിന്ന് 29ൽ നമ്മൾ 25 കുറച്ച് കഴിഞ്ഞു, ബാക്കി 4 ഉണ്ട് അല്ലേ. ആ 4 കുറച്ചാൽ ഉത്തരം 6 എന്ന് കിട്ടും. അപ്പോൾ കൂടുതലുള്ളത് 6 കുരുവികളാണ്. ഇനി മറ്റൊരു രീതിയിൽ ചെയ്യാം. എങ്ങനെയാണ്? 35നെ 2ആയി ഭാഗിച്ചു 20 കൂട്ടണം 15. അതുപോലെ തന്നെ 29നെ 2ആയി ഭാഗിച്ചു 20 കൂട്ടണം 9. ഇനി 35നെ നമുക്ക് 2 ഭാഗങ്ങളാക്കാൻ ഒന്നുകിൽ 20 കൂട്ടണം 15 എന്ന് എഴുതാം. വലിയ സംഖ്യകളെ പത്തുകളും അതുപോലെ തന്നെ ഒറ്റകളുമാക്കിയിട്ടാണ് നമ്മൾ കുറച്ച് ഉത്തരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കുരുവികളുടെ എണ്ണം എത്രയാണ്? കാക്കകളേക്കാൾ 6 എണ്ണമാണ് കൂടുതലുള്ളത്. ഇനി മറ്റൊരു രീതി നോക്കൂ. 29ൽ നിന്ന് 35ലേക്ക് എത്ര കൂട്ടിയാൽ ഉത്തരം കിട്ടും? അങ്ങനെയും കണക്കാക്കാം അല്ലേ. അപ്പോൾ 29നോട് 1 കൂട്ടിയാൽ നമുക്ക് 30 കിട്ടും. അതുപോലെ തന്നെ 30നോട് 5 കൂട്ടിയാൽ 35 കിട്ടും. അപ്പോൾ എത്രയാണ് കൂട്ടേണ്ടത്? 29നോട് 1 കൂട്ടിയാൽ 30 കിട്ടും. അപ്പോൾ അവിടെ 1ഉം 30നോട് 5 കൂട്ടിയാൽ 35 കിട്ടും. അപ്പോൾ അവിടെ 5ഉം ഉണ്ട്. 1 കൂട്ടണം 5 6 കൂട്ടിയാലാണ് നമുക്ക് 29നോട് 6 കൂട്ടിയാലാണ് 35 കിട്ടുന്നത്. കുരുവികളുടെയും തത്തകളുടെയും എണ്ണത്തിൻ്റെ വ്യത്യാസം എത്രയാണ്? കുരുവികളുടെ എണ്ണം 35, അതിൽ നിന്ന് തത്തകളുടെ എണ്ണം കുറയ്ക്കണം. നമുക്ക് കുറച്ച് നോക്കാം. 35 കുറയ്ക്കണം 16. 16 തത്തകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 30നെ 2 ഭാഗങ്ങളാക്കി 30 കൂട്ടണം 5, അതുപോലെ 16നെ 10 കൂട്ടണം 6 എന്നാക്കി. അതല്ലെങ്കിൽ 35നെ നമുക്ക് 20 കൂട്ടണം 15 എന്നാക്കാം. 16നെ 10 കൂട്ടണം 6 എന്ന് ആക്കാം. അപ്പോൾ ആദ്യത്തേത് നോക്കൂ. 30 കുറയ്ക്കണം 10 20 എന്നുത്തരം കിട്ടി. ഇനി 5 കുറയ്ക്കണം 6. 5ൽ നിന്ന് 6 പോവില്ല അല്ലേ. അപ്പോൾ നേരത്തെ കിട്ടിയ 20ൽ നിന്ന് 1 നമുക്ക് 5നോട് കൂട്ടാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6 കുറയ്ക്കണം 6 0. 20ൽ നിന്ന് 1 പോയപ്പോൾ 19 എന്ന് ഉത്തരം കിട്ടി. ഇനി അടുത്തത് നോക്കൂ. 20 കൂട്ടണം 15 10 കൂട്ടണം 6. 20ൽ നിന്ന് 10 കുറച്ചാൽ 10 ഉത്തരം കിട്ടും. 15ൽ നിന്ന് 6 കുറച്ചാൽ 9 എന്ന് ഉത്തരം കിട്ടും. ഇനി 10 കൂട്ടണം 9. 2 ഉത്തരങ്ങളും കൂടി കൂട്ടുമ്പോൾ 19 എന്ന് ഉത്തരം കിട്ടും. 15ൽ നിന്ന് 6 കുറയ്ക്കാൻ മറ്റൊരു വഴി നോക്കൂ. 15 കുറയ്ക്കണം 5. 6നെ 2ആയി വിഭജിച്ചിരിക്കുകയാണ്. 5 1. അപ്പോൾ 15ൽ നിന്നും 5 കുറച്ചാൽ 10 എന്ന് കിട്ടും.
ഇനി 10ൽ നിന്ന് 1 കുറച്ചാൽ 9 എന്നും കിട്ടും. അപ്പോൾ ഉത്തരങ്ങൾ രണ്ടും കൂട്ടിയാൽ 10 കൂട്ടണം 9 19. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു നോക്കാവുന്നതാണ്. കുരുവികളേക്കാൾ എത്ര കുറവാണ് പരുന്തുകൾ? കുരുവികൾ 35, പരുന്തുകൾ 19. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. 35നെ നമുക്ക് 2 ആക്കാം. എങ്ങനെയാണ്? 20 കൂട്ടണം 15, 10 കൂട്ടണം 9. 20ൽ നിന്ന് 10 പോയാൽ 10, 15ൽ നിന്ന് 9 പോയാൽ 6. ഉത്തരം 10 കൂട്ടണം 6 16. 16 പരുന്തുകളാണ് കുറവ് കുരുവികളേക്കാൾ. ഫൈനൽ മത്സരം കാണാൻ 42 പക്ഷികൾ എത്തി. അവർ 4 കൊമ്പുകളിലായി ഇരുന്നു. ഒന്നാമത്തെ കൊമ്പിൽ 10 പേർ, രണ്ടാമത്തെ കൊമ്പിൽ 9 പേർ, മൂന്നാമത്തെ കൊമ്പിൽ 10 പേർ, ബാക്കിയുള്ളവർ നാലാമത്തെ കൊമ്പിൽ. അപ്പോൾ ഒന്നാമത്തെ കൊമ്പിലും രണ്ടാമത്തെ കൊമ്പിലും മൂന്നാമത്തെ കൊമ്പിലും ഉള്ളവർ എത്രയാണ്? എന്നാൽ മാത്രമേ നമുക്ക് നാലാമത്തെ കൊമ്പിലുള്ളത് കണ്ടുപിടിക്കാൻ കഴിയൂ. 10 കൂട്ടണം 10 20, 20 കൂട്ടണം 9, 29 പേരാണ് 3 കൊമ്പിലുള്ളത്. നാലാമത്തെ കൊമ്പിലുള്ളത് കണ്ടുപിടിക്കാൻ 42 മുഴുവൻ കൊമ്പിലുള്ള പക്ഷികളിൽ നിന്ന് 3 കൊമ്പിലുള്ളവരുടെ എണ്ണം കുറച്ചാൽ മതി. എത്രയാണ്? 29 കുറയ്ക്കുക. 42ൽ നിന്നും 30 കുറച്ചാൽ 12 ആണല്ലോ. അപ്പോൾ 42ൽ നിന്ന് 29 കുറച്ചാൽ 13 എന്ന് ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ മറ്റൊരു വഴി നോക്കൂ. 42നെ നമ്മൾ 30 കൂട്ടണം 12 എന്ന് എഴുതി, 29നെ 20 കൂട്ടണം 9 എന്ന് എഴുതി. എന്നിട്ട് 30ൽ നിന്ന് 20 കുറച്ചപ്പോൾ 10ഉം 12ൽ നിന്ന് 9 കുറച്ചപ്പോൾ 3ഉം കിട്ടി. ഇനി ആ കിട്ടിയ ഉത്തരങ്ങളായ 10 കൂട്ടണം 3 എന്നുള്ളത് കൂട്ടിയാൽ 13 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നാലാമത്തെ കൊമ്പിലുള്ളത് 13 പക്ഷികളാണ്. മറ്റൊരു വഴിയുള്ളത് 20 കൂട്ടണം 22, 20 കൂട്ടണം 9 എന്ന് എഴുതാം. 20ൽ നിന്ന് 20 പോയാൽ 0, 22ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 13. അമ്പെറിഞ്ഞു കളി. അമ്പെറിഞ്ഞ് കളിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. മാൻ, കുരങ്ങൻ, മയിൽ. ഒരാൾക്ക് 2 അമ്പുകൾ എറിയാം. കിട്ടിയ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കളത്തിലുള്ള പുറത്തെ സംഖ്യ തന്നെ ആയാൽ 50 രൂപ. അപ്പോൾ 2 അമ്പുകളാണ് എറിയാൻ കഴിയുക. ഈ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ആ പുറത്ത് കൊടുത്തിട്ടില്ലേ കുറച്ച് നമ്പർ? 60, 50, 32, 24, 40, 12, 20, 14 ഇതിലേതെങ്കിലും ആയാൽ 50 രൂപ സമ്മാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറുക്കൻ പറയാണ്, എനിക്ക് 60ഉം 28ഉം കിട്ടി. അപ്പോൾ കുറുക്കന് സമ്മാനം കിട്ടുമോ? നമുക്കൊന്ന് നോക്കാം. 60 കുറയ്ക്കണം 28 എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 32. എങ്ങനെയാണ് കിട്ടിയത്? 60 കുറയ്ക്കണം 28. 60നെ നമുക്ക് 2 ഭാഗങ്ങളാക്കാം. 50 കൂട്ടണം 10, അതുപോലെ തന്നെ 20 കൂട്ടണം 8. 28നെ 2 ഭാഗങ്ങളാക്കി. ഇനി 10ൽ നിന്ന് 8 കുറയ്ക്കുക. അപ്പോൾ 2 കിട്ടും. 50ൽ നിന്ന് 20 കുറച്ചാൽ 30 കിട്ടും. 2 ഉത്തരങ്ങളും കൂടി കൂട്ടുമ്പോൾ 30 കൂട്ടണം 2, 32. കുറുക്കന് സമ്മാനം കിട്ടും. ഇവരിൽ സമ്മാനം കിട്ടിയവർ ആരെല്ലാം? കരടി 60, 20. അപ്പോൾ 60ഉം 20ഉം കുറയ്ക്കുമ്പോൾ നമുക്ക് 40 കിട്ടും. അതുപോലെ തന്നെ കുരങ്ങൻ എത്രയാണ്? 28 കുറയ്ക്കണം 16, ഉത്തരം 12 കിട്ടും. പിന്നെ വരുന്നത് മയിലാണ്. 50 കുറയ്ക്കണം 36, 14 ഉത്തരം കിട്ടും. മാൻ 36 കുറയ്ക്കണം 28, ഉത്തരം 8 എന്ന് കിട്ടും. അപ്പോൾ ആ പുറമേയുള്ള കളത്തിൽ ഏതൊക്കെ നമ്പറാണുള്ളത്? 40 ഉണ്ട്, 12 ഉണ്ട്, 14 ഉണ്ട്. അപ്പോൾ കരടിക്ക്, കുരങ്ങന്, മയിലിന് സമ്മാനം കിട്ടും. മാനിന് കിട്ടില്ല. പഴക്കട കണ്ടില്ലേ? നിറയെ പഴങ്ങൾ വെച്ചിരിക്കുന്ന ഒരു കടയാണ്. കുരങ്ങൻ 40 രൂപയ്ക്ക് വാഴപ്പഴവും 45 രൂപയ്ക്ക് മാമ്പഴവും വാങ്ങി. 2 50 രൂപ നോട്ട് കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടും? അപ്പോൾ കുരങ്ങൻ എന്തൊക്കെയാണ് വാങ്ങിയത്? 40 രൂപയ്ക്ക് വാഴപ്പഴവും 45 രൂപയ്ക്ക് മാമ്പഴവും വാങ്ങി. അപ്പോൾ എത്ര രൂപയായി?
40 കൂട്ടണം 45. ഉത്തരം 85 രൂപയ്ക്കാണ് വാങ്ങിയത്. എത്ര രൂപയാണ് കൊടുത്തത്? 250 രൂപ എന്ന് പറയുമ്പോൾ 50 കൂട്ടണം 50 100. അപ്പോൾ ബാക്കി എത്രയാണ് എന്നറിയാൻ 100 കുറയ്ക്കണം 85. എത്രയാണ് വരുന്നത്? 100നെ നമുക്ക് 2 ഭാഗങ്ങളാക്കാം. എത്രയാണ്? 80 കൂട്ടണം 20. ഇനി 85നെയും അതുപോലെയാക്കാം. 80 കൂട്ടണം 5. 80ൽ നിന്ന് 80 പോയാൽ 0. 20ൽ നിന്ന് 5 കുറച്ചാൽ 15. അപ്പോൾ ബാക്കി കിട്ടുന്ന രൂപ 15. ആനച്ചേട്ടൻ ഓലയും കരിമ്പും വാങ്ങി. രണ്ടിനും കൂടി 90 രൂപയായി. കരിമ്പിന് 62 രൂപയാണ് വില. ഓലയ്ക്ക് എത്ര രൂപയായി? ആന വാങ്ങിയത് ഓലയും കരിമ്പുമാണ്. കരിമ്പിന് 62 രൂപ. രണ്ടിനും കൂടി 90 രൂപ. അപ്പോൾ ഓലയുടെ വിലയറിയാൻ എന്ത് ചെയ്താൽ മതി? 90 കുറയ്ക്കണം 62. എത്രയാണ് വരുന്നത്? 28 രൂപയാണ് ഓലയ്ക്ക് വരുന്നത്. സർക്കസ് 4 മണിക്ക് തുടങ്ങും. കണ്ടില്ലേ, സർക്കസിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 4 മണിക്ക് തുടങ്ങും. കുരങ്ങന്മാർ 7 പേരും സർക്കസ് കാണാൻ വന്നു. കസേരയ്ക്ക് 20 രൂപയും ഗാലറിക്ക് 10 രൂപയുമാണ്. എല്ലാവർക്കും കൂടി കസേരയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ ഗാലറി ടിക്കറ്റിനേക്കാൾ എത്ര രൂപ കൂടുതൽ കൊടുക്കണം? വെവ്വേറെ കണക്കാക്കാതെയും കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ കുരങ്ങന്മാരാണ് വന്നിരിക്കുന്നത്, 7 പേര് അല്ലേ. എല്ലാവർക്കും കൂടി കസേരയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ ഗാലറി ടിക്കറ്റിനേക്കാൾ എത്ര രൂപ കൂടുതൽ കൊടുക്കണം? അപ്പോൾ എന്ത് ചെയ്യണം? ഗാലറിക്ക് എത്ര രൂപ വരും, അതുപോലെ തന്നെ കസേരയ്ക്ക് എത്ര രൂപ വരും എന്ന് കണ്ടുപിടിക്കണം, വേണ്ടേ? 7 പേരാണുള്ളത്. അപ്പോൾ 7 തവണ 20 രൂപ എടുത്താലാണ് കസേരയ്ക്കുള്ളത് കിട്ടുക. അതുപോലെ തന്നെ 7 തവണ 10 എടുത്താലാണ് ഗാലറിക്കുള്ളത് കിട്ടുക. അപ്പോൾ കസേരയ്ക്ക് 20, 40, 60, 80, 100, 120, 140 രൂപയാകും 7 പേർക്ക്. എന്നാൽ ഗാലറിക്കോ 10, 20, 30, 40, 50, 60, 70 രൂപ ആവുകയുള്ളൂ. ഇനി ഗാലറിയേക്കാൾ എത്ര രൂപ കൂടുതൽ വേണം കസേരയ്ക്ക്? അതറിയാൻ എന്ത് ചെയ്യണം? 140 കുറയ്ക്കണം 70. എത്രയാണ് വരുന്നത്? 70 രൂപയാണ് ഗാലറിയേക്കാൾ കസേരയിലിരിക്കാൻ കൂടുതൽ കൊടുക്കേണ്ടത്. എത്ര മുയലുകൾ? കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുക്കാനായി മുയലുകളും വന്നു. ആകെ 85 മുയലുകളുണ്ട്. അവരിൽ 23 പേർ കുഞ്ഞു മുയലുകളാണ്. വലിയ മുയലുകൾ എത്ര പേരുണ്ട്? എന്ത് ചെയ്യണം? ആകെ മുയലുകൾ 85 ആണ്. അതിൽ നിന്ന് ചെറിയ മുയലുകളുടെ എണ്ണം കുറച്ചാൽ നമുക്ക് വലിയ മുയലുകളുടെ എണ്ണം കിട്ടും. 85 കുറയ്ക്കണം 23. എത്രയാണ്? 62. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആകെ ഉള്ളവയിൽ 38 എണ്ണം പെൺമുയലുകളാണ്. എത്ര ആൺമുയലുകളുണ്ട്? എത്രയാണ് ആകെയുള്ളത്? 85. അതിൽ 38 എണ്ണം പെൺമുയലുകളാണ്. ബാക്കിയുള്ളതായിരിക്കും ആൺമുയലുകൾ. അപ്പോൾ അത് കണ്ടുപിടിക്കാം. 85 കുറയ്ക്കണം 38. കിട്ടുന്നത് 47 ആൺമുയലുകൾ. ഞാവൽപ്പഴം. ഞാവൽപ്പഴം കുട്ടയിലാക്കൽ മത്സരത്തിൻ്റെ ഫൈനലിൽ 3 പേരാണ് മത്സരിച്ചത്. ഓരോരുത്തരും കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ എണ്ണം നോക്കൂ. ഓരോരുത്തരും 3-ാം തവണ കുട്ടയിലാക്കിയ എണ്ണം കണ്ടെത്തി എഴുതൂ. അപ്പോൾ 3 തവണയാണ് കുട്ടയിലാക്കേണ്ടത്. പേര്, ആകെ കിട്ടിയത്, 1-ാം തവണ കിട്ടിയത്, 2-ാം തവണ കിട്ടിയത്, 3-ാം തവണ കിട്ടിയത്. ജിംബു കുരങ്ങന് ആകെ കിട്ടിയത് 89 എണ്ണമാണ്. 1-ാം തവണ 22, 2-ാം തവണ 27. മിട്ടുമുയലിന് ആകെ കിട്ടിയത് 72 ആണ്. 1-ാം തവണ 24, 2-ാം തവണ 29. അതുപോലെ തന്നെ ചെമ്പൻ അണ്ണാന് 90 ആണ് ആകെ കിട്ടിയത്. 1-ാം തവണ 23, 2-ാം തവണ 28. അപ്പോൾ 3-ാം തവണ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1-ാം തവണത്തേതും 2-ാം തവണത്തേതും കൂട്ടുക. എന്നിട്ട് ആ കിട്ടിയ സംഖ്യ ആകെ കിട്ടിയതിൽ നിന്നും കുറയ്ക്കുക. ജിംബു കുരങ്ങൻ്റേത് നോക്കാം. 1-ാം തവണ കിട്ടിയത് 22, 2-ാം തവണ കിട്ടിയത് 27. അവ രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്നത് 49 ആണ്. ഇനി 3-ാം തവണ ഉള്ളത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം?
ആകെ കിട്ടിയതിൽ നിന്നും ഈ 49 കുറയ്ക്കാം. ആകെ കിട്ടിയത് 89 ആണ്. അതിൽ നിന്നും ഒന്നാം തവണയും രണ്ടാം തവണയും കിട്ടിയ 49 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 40 ആണ്. അപ്പോൾ മൂന്നാം തവണ കുട്ടയിലാക്കിയത് 40. മിട്ടുമുയലിൻ്റേത് നോക്കൂ. ഒന്നാം തവണയും രണ്ടാം തവണയും കുട്ടയിലാക്കിയത് 24ഉം 29ഉമാണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 53 എന്ന ഉത്തരം കിട്ടും. മിട്ടുമുയലിന് ആകെ കിട്ടിയത് 72 ആണ്. അതിൽ നിന്നും നമുക്ക് ഒന്നാം തവണത്തെയും രണ്ടാം തവണത്തെയും കിട്ടിയ 53 കുറയ്ക്കാം. അപ്പോൾ കിട്ടുന്നത് ഉത്തരം 19 ആണ്. ഇതാണ് മൂന്നാം തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴത്തിൻ്റെ എണ്ണം. ഇനി ചെമ്പനണ്ണാൻ്റേത് നോക്കൂ. ഒന്നാം തവണ 23, രണ്ടാം തവണ 28. രണ്ടും തമ്മിൽ ആദ്യം കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 51 എന്നുത്തരം കിട്ടും. ഇനി ചെമ്പനണ്ണാന് ആകെ കിട്ടിയത് 90 ആണ്. അതിൽ നിന്നും നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും സംഖ്യയായ 51 കുറയ്ക്കാം. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 39. ഇതാണ് മൂന്നാം തവണ പെറുക്കിയ ഞാവൽപ്പഴത്തിൻ്റെ എണ്ണം. ഇനി നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണോ എന്നറിയാൻ ഒന്നാം തവണത്തേതും രണ്ടാം തവണത്തേതും മൂന്നാം തവണത്തേതും കൂടി കൂട്ടിയാൽ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് ആകെ എന്ന് തന്നിട്ടുള്ള കോളത്തിലെ സംഖ്യയായിരിക്കും. അപ്പോൾ ജിമ്പുക്കുരങ്ങൻ്റേത് 22 കൂട്ടണം 27 കൂട്ടണം 40. ഉത്തരം നമുക്ക് 89 കിട്ടണം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും സംഖ്യകൾ കുറയ്ക്കാനായിട്ട് പഠിക്കണം, ചെയ്തു തന്നെ പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.